ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോമ്പിൻ്റെ 6ാം ദിവസമായ ഇന്ന് ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന ചിന്താവിഷയം സൗഖ്യമാക്കണം. നമ്മുടെ ഈ മാരകമായ രോഗത്തിലെ ആയിരിക്കുന്ന ഈ സമൂഹത്തിൽ പലതരത്തിലുള്ള രോഗത്തിൽ അടിമപ്പെട്ടാണ് നാം ജീവിക്കുന്നത്. അതിൽ മാനസിക സൗഖ്യവും ശാരീരിക സൗഖ്യവും നമുക്ക് പ്രധാനമാണ്. ഇതിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യനെ മാനസികമായിട്ടുള്ള സൗഖ്യവും ശാരീരികമായിട്ടുള്ള സൗഖ്യവും അത് സുഖപ്പെടുത്തുവാൻ യഹോവയായ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ സൗഖ്യത്തിന് കാരണക്കാര ദൈവം തന്നെയാണ്. ദൈവം നമുക്ക് സൗഖ്യം തന്നാൽ മാത്രമേ നമുക്ക് ഈ സൗഖ്യം ലഭിക്കുകയുള്ളൂ. മനസ്സിനുണ്ടാകുന്ന മുറിവുകൾ ഉണക്കുന്നതിന് വേണ്ടി യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. 2 രാജാക്കന്മാർ 20ാം അധ്യായത്തിൽ പറയുന്നു, ഹിസ്കിയാവിനെ ഒരു രോഗം പിടിപെടുകയും ആ രോഗം അതിൻ്റെ മരണാവസ്ഥയിലെത്തുകയും ചെയ്തു. എന്നാൽ യെശയ്യാ പ്രവാചകനെ യഹോവയായ ദൈവം അവിടെ അയക്കുകയും പ്രവാചകനിലൂടെ ഹിസ്കിയാവിന് മരണമായ രോഗം സംഭവിച്ചിരിക്കുകയാണ്, ഇതിൽ കൂടെ നിനക്ക് മരണം സംഭവിക്കുമെന്ന് പറയുകയും ഹിസ്കിയാവ് യഹോവയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിന് ഫലമായി യഹോവയായ ദൈവം യെശയ്യാ പ്രവാചകനെ അവിടെ അയക്കുകയും ഹിസ്കിയാവിന് സൗഖ്യം കൊടുക്കുകയും ചെയ്യുന്നു. അതേപോലെ 38 സംവത്സരം പക്ഷപാതക്കാരനായ ഒരു രോഗിക്ക് യേശു അവിടെ സൗഖ്യം കൊടുക്കുന്നത് കാണാൻ സാധിക്കും. മർക്കോസിന്റെ സുവിശേഷത്തിൽ അനേകം സൗഖ്യ രോഗങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ യേശു കണ്ണ് കണ്ടിടാത്തവർക്ക് സൗഖ്യം കൊടുക്കുന്നു, ചെവി കേൾക്കാത്തവർക്ക് സൗഖ്യം കൊടുക്കുന്നു, കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുക്കുന്നു, മാനസികവും ശാരീരികമായിട്ടുള്ള എല്ലാവർക്കും സൗഖ്യം കൊടുക്കുന്നു. അങ്ങനെ അനേക സൗഖ്യങ്ങൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിയിൽ ഒരു വീട്ടിൽ യേശു ഉണ്ടെന്നറിഞ്ഞ് 4 ആൾ ചേർന്ന് ഒരു പക്ഷപാതക്കാരനെ കൊണ്ടുവരികയും ആ പക്ഷപാതക്കാരനെ വീട്ടിനകത്തേക്ക് കയറ്റാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ അവർ കൂര പൊളിച്ചാണ് ഈ പക്ഷപാതക്കാരനെ 4 ആൾ ചേർന്ന് അകത്ത് കയറ്റുകയും അവിടെ പക്ഷപാതക്കാരൻ്റെ അവർ കൊണ്ടുവന്നവരുടെ വിശ്വാസവും കണ്ട് പക്ഷപാതക്കാരൻ്റെ വിശ്വാസം കണ്ട് യേശു അവരെ സൗഖ്യമാക്കുകയും ചെയ്തു. വർഷങ്ങളായിട്ട് രക്തസ്രാവമുള്ള സ്ത്രീക്ക് യേശു സൗഖ്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ സ്ത്രീക്ക് പല വർഷങ്ങളായിക്കൊണ്ട് രക്തസ്രാവം ഉണ്ടായിരുന്നു. അതിൻ്റെ സമ്പത്തെല്ലാം വിറ്റുപറക്കി എല്ലാം ചികിത്സിച്ചിട്ടും ആ സ്ത്രീക്ക് സൗഖ്യമുണ്ടായില്ല. ആ സ്ത്രീ യേശു വരുന്നത് അറിഞ്ഞിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു തൊങ്ങലെങ്കിലും തൊട്ടാൽ സൗഖ്യമാകുമെന്ന വിശ്വാസത്തിൽ വരികയും യേശുവിൻ്റെ വസ്ത്രം തൊടുകയും അങ്ങനെ ആ സ്ത്രീക്ക് യേശു സൗഖ്യമാക്കുകയും കൊടുക്കുന്നു. അത് അവരുടെ വിശ്വാസം നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ അനേകം പേർക്ക് യേശു മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർക്ക് സൗഖ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിലുള്ള എല്ലാ രോഗങ്ങൾക്കും പൂർണ്ണമായ വിടുതലും സൗഖ്യവും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.